ഇന്ന് PSC എക്സാംസിന് വേണ്ടിയിട്ടുള്ള ബയോളജി പാർട്ടിലെ ഹ്യൂമൻ ബോഡിയിലെ കോശങ്ങളെ പറ്റിയാണ് നോക്കുന്നത്. ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകമാണ് കോശം അഥവാ സെൽ. സെൽ എന്ന ലാറ്റിൻ പദത്തിനർത്ഥം ചെറിയ മുറി എന്നാണ്. കോശത്തെക്കുറിച്ചുള്ള പഠനമാണ് സൈറ്റോളജി. കോശം കണ്ടുപിടിച്ചത് റോബർട്ട് ഹുക്കാണ്. അപ്പോൾ കോശം കണ്ടുപിടിച്ചത് റോബർട്ട് ഹുക്കാണ്. സൈറ്റോളജിയുടെ പിതാവും റോബർട്ട് ഹുക്കാണ്. മൈക്രോസ്കോപ്പിന്റെ സഹായത്താൽ ആദ്യമായി കോശങ്ങളെ നിരീക്ഷിച്ചത് റോബർട്ട് ഹുക്കാണ്. കോശത്തിന്റെ ഘടന ആദ്യമായി ചിത്രീകരിച്ച പുസ്തകമാണ് മൈക്രോഗ്രാഫിയ. മൈക്രോഗ്രാഫിയ എന്ന പുസ്തകം രചിച്ചത് റോബർട്ട് ഹുക്കാണ്. ജീവനുള്ള കോശം ആദ്യമായി കണ്ടെത്തിയത് ആന്റൺ വാൻ ല്യൂവൻ ഹോക്കാണ്. സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് MJ ഷ്ലീഡനാണ് 1838. ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് തിയോഡർ ഷ്വാനാണ് 1839. കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ജേക്കബ് ഷ്ലീഡനും തിയോഡർ ഷ്വാനുമാണ്. കോശ സിദ്ധാന്തം പരിഷ്കരിച്ചത് റുഡോൾഫ് വിർഷോയാണ്. നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമേ പുതിയ കോശങ്ങൾ ഉണ്ടാകുള്ളൂ എന്ന് പ്രസ്താവിച്ചത് റുഡോൾഫ് വിർഷോയാണ് 1858. കോശ സിദ്ധാന്തം ബാധകമല്ലാത്ത ജീവവിഭാഗമാണ് വൈറസുകൾ. ഒരൊറ്റ കോശത്താൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ജീവികളെയാണ് ഏകകോശ ജീവികൾ എന്ന് പറയുന്നത്. ഉദാഹരണമാണ് ബാക്ടീരിയ, പാരമീസിയം, യൂഗ്ലീന, അമീബ മുതലായവ. ശരീരത്തിൽ രണ്ടോ അതിലധികമോ കോശങ്ങളുള്ള ജീവികളെയാണ് ബഹുകോശ ജീവികൾ എന്ന് പറയുന്നത്. ഉദാഹരണമാണ് നമ്മൾ സസ്യങ്ങളും ജന്തുക്കളും ഒക്കെ ഉദാഹരണമാണ് കേട്ടോ. ഇനി സസ്യകോശത്തിലെ കോശങ്ങൾ ഏതെല്ലാം, സസ്യകോശത്തിലെ കോശാംഗങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം. ഗോൾഗി കോംപ്ലക്സ്, ഫേനം, മൈറ്റോകോൺട്രിയ, കോശഭിത്തി, മർമ്മം, കോശസ്തരം, റൈബോസോം, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, കോശദ്രവ്യം, ഹരിതകണം എന്നിവ സസ്യകോശത്തിലെ കോശാംഗങ്ങളാണ്. ഇനി ജന്തുകോശത്തിലെ കോശാംഗങ്ങളാണ് സെൻട്രോസോം, റൈബോസോം, കോശദ്രവ്യം, മൈറ്റോകോൺട്രിയ, കോശസ്തരം, മർമ്മം, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾഗി കോംപ്ലക്സ്, ലൈസോസോം. അപ്പോൾ രണ്ടിലെയും കോശാംഗങ്ങൾ കേട്ടല്ലോ. ഇതിൽ സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്നവയാണ് കോശഭിത്തി, ഹരിതകണം, ഫേനം എന്നിവ. അപ്പോൾ ഏതൊക്കെയാണ് സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗങ്ങളാണ് കോശഭിത്തി, ഹരിതകണം, ഫേനം എന്നിവ. എന്നാൽ ജന്തുകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്നവ സെൻട്രോസോം, ലൈസോസോം എന്നിവയാണ് കേട്ടോ. ഇനി കോശത്തിലെ പ്രധാന ഭാഗങ്ങളാണ് കോശഭിത്തി, കോശസ്തരം, കോശദ്രവ്യം, കോശമർമ്മം, മൈറ്റോകോൺട്രിയോൺ, ഫേനം എന്നിവ. കോശഭിത്തി നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് സെല്ലുലോസ് എന്ന പദാർത്ഥം കൊണ്ടാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. കോശഭിത്തി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന പദാർത്ഥമാണ് സെല്ലുലോസ്. കോശഭിത്തിയിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങളാണ് കാൽസ്യം, മഗ്നീഷ്യം. അപ്പോൾ ഈ കോശഭിത്തിയിൽ ഏതെല്ലാം മൂലകങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ കാൽസ്യവും മഗ്നീഷ്യവുമാണ്. കോശത്തിൻ്റെ ഏറ്റവും പുറമേയുള്ള ഭാഗമാണ് കോശസ്തരം. പദാർത്ഥങ്ങൾ കോശത്തിനകത്തേക്കും പുറത്തേക്കും പോകുന്നത് നിയന്ത്രിക്കുന്നത് ഈ കോശസ്തരമാണ്. കോശസ്തരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ലിപ്പിഡുകളും പ്രോട്ടീനുകളും കൊണ്ടാണ്. അപ്പോൾ ലിപ്പിഡുകളും പ്രോട്ടീനുകളും കൊണ്ടാണ് കോശസ്തരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. കോശസ്തരത്തിൻ്റെ ഘടനയെക്കുറിച്ചുള്ള ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ അവതരിപ്പിച്ചത് സിംഗറും നിക്കോൾസൺ എന്നിവരാണ്. കോശസ്തരത്തിൻ്റെ ഘടനയെക്കുറിച്ചുള്ള ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ അവതരിപ്പിച്ചത് ആരെല്ലാമാണ്? സിംഗർ, നിക്കോൾസൺ എന്നിവരാണ് കേട്ടോ. കോശസ്തരത്തിനുള്ളിലെ എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്ത് പറയുന്നത് ജീവദ്രവ്യം എന്നാണ്. അപ്പോൾ ഒരു കോശസ്തരത്തിനകത്ത് ഏതെല്ലാം പദാർത്ഥങ്ങളുണ്ടോ അതിനെല്ലാം ചേർത്ത് ജീവദ്രവ്യം എന്ന് അഥവാ പ്രോട്ടോപ്ലാസം എന്നാണ് പറയുന്നത്. ജീവന്റെ അടിസ്ഥാന കണിക എന്നറിയപ്പെടുന്നത് ജീവദ്രവ്യം അഥവാ പ്രോട്ടോപ്ലാസത്തെയാണ്. പ്രോട്ടോപ്ലാസം ജീവന്റെ കണികയാണെന്ന് അഭിപ്രായപ്പെട്ടത് DH ഹക്സ്ലിയാണ്. അപ്പോൾ പ്രോട്ടോപ്ലാസം ജീവന്റെ അടിസ്ഥാന കണികയാണ് എന്ന് അഭിപ്രായപ്പെട്ടത് DH ഹക്സ്ലിയാണ്. പ്രോട്ടോപ്ലാസം എന്ന പദം രൂപീകരിച്ചത് JE പർക്കിൻജി ആണ്. പ്രോട്ടോപ്ലാസം എന്ന പദം രൂപീകരിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ഉത്തരം JE പർക്കിൻജി ആണ്. ജീവദ്രവ്യത്തിൽ മർമ്മം ഒഴികെയുള്ള ഭാഗത്തെ അറിയപ്പെടുന്നത് കോശദ്രവ്യം എന്നാണെന്നു. അപ്പോൾ നമ്മൾ ഈ ജീവദ്രവ്യത്തിൽ കോശസ്തരത്തിനുള്ളിലെ എല്ലാത്തിനെയും കൂടി ചേർത്താണ്
ജീവദ്രവ്യം എന്ന് പറയുന്നത്. ഇതിൽ മർമ്മം ഒഴികെയുള്ള ഭാഗത്തെ കോശദ്രവ്യം എന്ന് പറയുന്നു. കോശപ്രവർത്തനങ്ങളുടെ നിയന്ത്രണ കേന്ദ്രം എന്നറിയപ്പെടുന്നത് കോശമർമ്മമാണ്. കോശമർമ്മം കണ്ടുപിടിച്ചത് 1831 റോബർട്ട് ബ്രൗൺ ആണ് കോശമർമ്മം കണ്ടുപിടിച്ചത്. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിരുന്നു. 2018 സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ആരെന്നായിരുന്നു ക്വസ്റ്റ്യൻ? ഉത്തരം റോബർട്ട് ബ്രൗൺ ആണ്. മർമ്മത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരുപാളികളുള്ള സ്ഥലമാണ് മർമ്മസ്തരം അഥവാ ന്യൂക്ലിയർ മെംബ്രെയിൻ എന്ന് പറയുന്നത്. മർമ്മസ്തരത്തിലെ സുഷിരങ്ങളെയാണ് മർമ്മരന്ധ്രം അഥവാ ന്യൂക്ലിയർ പോർസ് എന്ന് പറയുന്നത്. മർമ്മത്തിനകത്തേക്കും പുറത്തേക്കുമുള്ള പദാർത്ഥ സംവഹനത്തിന് സഹായിക്കുന്നത് ഈ മർമ്മരന്ധ്രമാണ്. മനുഷ്യ ശരീരത്തിൽ പുതിയതായി കണ്ടെത്തിയ കോശത്തിന്റെ ആകൃതിയാണ് സ്കൂട്ടോയിഡ്. മറക്കരുത്, മനുഷ്യ ശരീരത്തിൽ പുതിയതായി കണ്ടെത്തിയ കോശത്തിന്റെ ആകൃതി സ്കൂട്ടോയിഡ് ആണ്. ഗോളാകൃതിയിൽ കാണപ്പെടുന്ന മർമ്മഭാഗമാണ് മർമ്മകം എന്ന് പറയുന്നത്. ഗോളാകൃതിയിൽ കാണപ്പെടുന്ന മർമ്മഭാഗം ഏതാണ്? ഉത്തരം മർമ്മകം. റൈബോസോം നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന മർമ്മഭാഗമാണ് മർമ്മകം. മർമ്മത്തിനുള്ളിലെ ദ്രാവക ഭാഗത്തെ മർമ്മദ്രവ്യം എന്ന് പറയുന്നു. മർമ്മദ്രവ്യത്തിൽ വലക്കണ്ണുകൾ പോലെ കെട്ടുപിണഞ്ഞു കിടക്കുന്ന ശൃംഖലയാണ് ക്രൊമാറ്റിൻ ജാലിക. അപ്പോൾ ഈ മർമ്മദ്രവ്യത്തിൽ വലക്കണ്ണുകൾ പോലെ കെട്ടുപിണഞ്ഞു കിടക്കുന്ന ശൃംഖലയെ പറയുന്ന പേരാണ് ക്രൊമാറ്റിൻ ജാലിക. ജീനുകളെ ഉൾക്കൊള്ളുന്ന മർമ്മഭാഗം ക്രൊമാറ്റിൻ ജാലികയാണ്. അപ്പോൾ ഈ ക്രൊമാറ്റിൻ ജാലികയിലാണ് ജീനുകൾ ഉൾക്കൊള്ളുന്നത്. ക്രൊമാറ്റിൻ ജാലിക ക്രോമോസോമുകളായി മാറുന്നത് കോശവിഭജന സമയത്താണ്. ഈ ക്രൊമാറ്റിൻ ജാലികയാണ് ക്രോമോസോമുകളായി മാറുന്നത്. ഏത് സമയത്താണെന്ന് ചോദിച്ചാൽ കോശവിഭജനം നടക്കുന്ന സമയത്താണ് കേട്ടോ. വ്യക്തമായ ന്യൂക്ലിയസ് ഇല്ലാത്ത കോശങ്ങളാണ് പ്രോക്യാരിയോട്ടിക് കോശങ്ങൾ. ഇമ്പോർട്ടൻ്റ് ആണ്. വ്യക്തമായ ന്യൂക്ലിയസ്, അതായത് ന്യൂക്ലിയസ് ഇല്ലാത്ത കോശങ്ങൾ എന്ന് ചോദിച്ചാൽ ഉത്തരം പ്രോക്യാരിയോട്ടിക് കോശങ്ങളാണ്. എക്സാമ്പിളാണ് ബാക്ടീരിയ, സൈനോ ബാക്ടീരിയ, മൈക്കോപ്ലാസ്മ മുതലായവയൊക്കെ ന്യൂക്ലിയസ് ഇല്ലാത്ത കോശങ്ങൾക്ക് ഉദാഹരണം അഥവാ പ്രോക്യാരിയോട്ടുകൾക്ക് ഉദാഹരണമാണ് ബാക്ടീരിയ, സൈനോ ബാക്ടീരിയ, മൈക്കോപ്ലാസ്മ മുതലായവ. സ്തരത്താൽ ആവരണം ചെയ്യപ്പെട്ട വ്യക്തമായ ന്യൂക്ലിയസോട് കൂടിയ കോശങ്ങളെ അല്ലെങ്കിൽ ന്യൂക്ലിയസ് ഉള്ള കോശങ്ങളാണ് യൂക്യാരിയോട്ടിക് കോശങ്ങൾ എന്ന് പറയുന്നത്. ഉദാഹരണം സസ്യങ്ങളും ജന്തുക്കളും ഒക്കെ, ജന്തുകോശവും സസ്യകോശവും ഒക്കെ ഇതിന് ഉദാഹരണമാണ്. ഒരു കോശത്തിനുള്ളിൽ തന്നെ ഒന്നിലധികം ന്യൂക്ലിയസുകൾ ഉള്ള കോശങ്ങളെയാണ് സീനോസൈറ്റുകൾ അഥവാ ബഹുന്യൂക്ലിയർ കോശങ്ങൾ എന്ന് പറയുന്നത്. ഒരു കോശത്തിനുള്ളിൽ ഒന്നിലധികം ന്യൂക്ലിയസ് അഥവാ മർമ്മം ഉണ്ടെങ്കിൽ അതിനെയാണ് സീനോസൈറ്റുകൾ അഥവാ ബഹുന്യൂക്ലിയർ കോശങ്ങൾ എന്ന് പറയുന്നത്. ഉദാഹരണം അസ്ഥികളിലെ ഓസ്റ്റിയോക്ലാസ്റ്റ് കോശങ്ങൾ ഉദാഹരണമാണ്. അപ്പോൾ ബഹുകോശത്തിന് അല്ലെങ്കിൽ ബഹുന്യൂക്ലിയർ കോശങ്ങൾ അഥവാ സീനോസൈറ്റുകൾക്ക് ഉദാഹരണമാണ് അസ്ഥികളിലെ ഓസ്റ്റിയോക്ലാസ്റ്റ് കോശങ്ങൾ എന്ന് പറയുന്നത്. ശരീരത്തിൻ്റെ സുസ്ഥിതിക്ക് ആധാരം കോശങ്ങളുടെ ക്രമീകൃതവും നിയന്ത്രിതവുമായ പ്രവർത്തനമാണ്. കോശത്തിലെ 2 തരം ന്യൂക്ലിക് ആസിഡുകളാണ് DNA-യും RNA-യും. DNA-യുടെ ധർമ്മം എന്ന് പറയുന്നത്, DNA-യുടെ ജോലി പാരമ്പര്യ സ്വഭാവ പ്രേക്ഷണമാണ് DNA-യുടെ ജോലി. RNA-യുടെ ധർമ്മം മാംസ്യ സംശ്ലേഷണമാണ്. ഇനി നമുക്ക് കോശാംഗങ്ങളെ പറ്റി നോക്കാം. ജീവധർമ്മങ്ങളുടെ നിർവഹണത്തിനായി കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന സവിശേഷ ഘടകങ്ങളെയാണ് കോശാംഗങ്ങൾ അഥവാ സെൽ ഓർഗനല്ലേസ് എന്ന് പറയുന്നത്. ഓക്സിജനെയും പോഷക ഘടകങ്ങളെയും ഊർജ്ജമാക്കി മാറ്റുന്ന കോശാംഗമാണ് മൈറ്റോകോൺട്രിയ. അതായത് മൈറ്റോകോൺട്രിയയാണ് ഓക്സിജനെയും പോഷക ഘടകങ്ങളെയൊക്കെ ഊർജ്ജമാക്കി സസ്യങ്ങൾക്കും ജന്തുക്കൾക്കും നൽകുന്നത് മൈറ്റോകോൺട്രിയയാണ്. മൈറ്റോകോൺട്രിയയിൽ ഊർജ്ജം സംഭരിക്കുന്നത് ATP തന്മാത്രകളായാണ്. ഏതൊരു ജീവിത പ്രക്രിയയ്ക്കും ഊർജ്ജം ലഭിക്കുന്നത് അഡെനോസിൻ ട്രൈഫോസ്ഫേറ്റ് അഥവാ ATPയിൽ നിന്നുമാണ്. ATP സംശ്ലേഷണം നടക്കുന്നത് മൈറ്റോകോൺട്രിയയിൽ വെച്ചാണ്. അപ്പോൾ ATP സംശ്ലേഷണം നടക്കുന്നത് അല്ലെങ്കിൽ ATP സംശ്ലേഷണം ഏറ്റവും കൂടുതൽ നടക്കുന്ന ഭാഗം ഏതെന്ന് ചോദിച്ചാലും ഉത്തരം മൈറ്റോകോൺട്രിയയാണ്. കരൾ, തലച്ചോറ്, പേശികൾ എന്നിവയിലെ കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്നത് മൈറ്റോകോൺട്രിയ എന്ന കോശാംഗമാണ്. അപ്പോൾ കരൾ, തലച്ചോറ്, പേശികൾ എന്നിവയിലുള്ള കോശങ്ങളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കോശാംഗം ആരെന്ന് ചോദിച്ചാൽ ഉത്തരം മൈറ്റോകോൺട്രിയയാണ്. മൈറ്റോകോൺട്രിയയിൽ നിറഞ്ഞിരിക്കുന്ന ദ്രാവകമാണ് മാട്രിക്സ്. മൈറ്റോകോൺട്രിയയിൽ നിറഞ്ഞിരിക്കുന്ന ദ്രാവകം ഏതാണ്? മാട്രിക്സ് ആണ്.
മൈറ്റോകോൺട്രിയയുടെ ആന്തരസ്തരത്തിൽ നിന്നും മാട്രിക്സിലേക്ക് നീണ്ടു നിൽക്കുന്ന മടക്കുകൾ പോലെ കാണപ്പെടുന്ന ഭാഗത്തെയാണ് ക്രിസ്റ്റേ എന്ന് പറയുന്നത്. അപ്പോൾ ക്രിസ്റ്റേയാണ് മൈറ്റോകോൺട്രിയയുടെ ആന്തരസ്തരത്തിൽ നിന്നും മാട്രിക്സിലേക്ക് നീണ്ടു നിൽക്കുന്ന മടക്കുകൾ പോലെ കാണപ്പെടുന്ന ഭാഗം. മൈറ്റോകോൺട്രിയയുടെ ആന്തരസ്ഥലത്തിലും ക്രിസ്റ്റേകളിലും പറ്റിപ്പിടിച്ചിരിക്കുന്ന ടെന്നീസ് റാക്കറ്റിൻ്റെ ആകൃതിയിലുള്ള വസ്തുക്കളെയാണ് ഓക്സിസോമുകൾ അഥവാ F0F1 കണികകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൈറ്റോകോൺട്രിയയുടെ ആന്തരസ്ഥാനത്തിലും അതുപോലെ തന്നെ അതിൻ്റെ ക്രിസ്റ്റേകളിലുമൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്ന ടെന്നീസ് റാക്കറ്റിൻ്റെ ആകൃതിയിലുള്ള വസ്തുക്കളെ പറയുന്ന പേരുകൾ എന്താണ്? ഓക്സിസോമുകൾ അഥവാ F0F1 കണികകൾ എന്നാണ്. മൈറ്റോകോൺട്രിയ എന്ന പേര് നിർദ്ദേശിച്ചത് ബെൻഡെ ആണ്. മൈറ്റോകോൺട്രിയ എന്ന പേര് നിർദ്ദേശിച്ചത് ബെൻഡെ ആണ് 1899. കോശത്തിനുള്ളിൽ പദാർത്ഥങ്ങൾ വിവിധ ഭാഗങ്ങളിലേക്ക് സഞ്ചരിക്കുന്നത് അന്തർദ്രവ്യ ജാലികയിലൂടെയാണ്. അപ്പോൾ കോശത്തിനുള്ളിലെ പദാർത്ഥങ്ങൾ വിവിധ ഭാഗങ്ങളിലേക്ക് സഞ്ചരിക്കുന്നത് അന്തർദ്രവ്യ ജാലിക എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലൂടെയാണ്. കോശത്തിനുള്ളിലെ സഞ്ചാരപാത എന്നറിയപ്പെടുന്ന കോശം എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തെയാണ്. കോശത്തിനുള്ളിലെ സഞ്ചാരപാത എന്നറിയപ്പെടുന്ന കോശാംഗമാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന പേര് നിർദ്ദേശിച്ചത് ക്ലൗഡ് ഫുല്ലമാണ് 1952. കോശത്തിൽ മാംസ സംശ്ലേഷണം നടക്കുന്ന ഭാഗം റൈബോസോമാണ്. അപ്പോൾ കോശത്തിൽ മാംസ സംശ്ലേഷണം നടക്കുന്നത് റൈബോസോമിൽ വെച്ചാണ്. റൈബോസോം കണ്ടെത്തിയത് ജോർജ് എമിൽ പലേഡാണ്. രാസാഗ്നികൾ, ഹോർമോണുകൾ, ശ്ലേഷ്മസ്തരം തുടങ്ങിയ കോശസ്രവങ്ങളെ ചെറുസ്തര സഞ്ചികളിലാക്കുന്നത് ഗോൾഗി കോംപ്ലക്സ് ആണ്. ഇപ്പോൾ നമ്മുടെ ശരീരത്തിൽ പുറപ്പെടുവിക്കുന്ന രാസാഗ്നികളുണ്ട്, ഹോർമോണുകൾ, ശ്ലേഷ്മരസം തുടങ്ങിയ കോശസ്രവങ്ങളെ ചെറുസ്തര സഞ്ചികളിലാക്കുന്ന കോശാംഗമാണ് ഗോൾഗി കോംപ്ലക്സ്.